ഇന്ത്യയിൽ ആശങ്കയായി 2 HMP വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ബാധ ആശങ്കയുണ്ടാക്കിയിരുന്നു ചൈനയിൽ. ഇപ്പോൾ 2 HMP വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. രണ്ടുപേരും കർണാടകയിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബംഗളൂരുവിൽ 8 മാസം പ്രായമുള്ള കുട്ടിക്കാണ് ആദ്യ രോഗബാധ സ്ഥിരീകരിച്ചത്. വിദേശയാത്രാ റെക്കോർഡുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാരും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവരെ സമ്പർക്കരഹിത നിരീക്ഷണത്തിലുമാണ്. നദീറ AP നമുക്കൊപ്പം ചേരുന്നു. നദീറ, ഇപ്പോൾ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് പുറമെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനുകൂടി ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആശങ്കയുണ്ടോ? എന്താണ് കർണാടകയിൽ നിന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന? ഇവരുടെ വിദേശയാത്രാ റെക്കോർഡുകൾ എന്തെങ്കിലും ലഭ്യമാണോ? അരുൺകുമാർ, അല്പം ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ICMR പുറത്തുവിട്ടിരിക്കുന്നത്. ICMRന്റെ കണക്കു പ്രകാരം 2 കുഞ്ഞുങ്ങൾക്ക് ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം 3 മാസം പ്രായമായ കുഞ്ഞായിരുന്നു ഈ ബാപ്പിറ്റ്സ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നത്. കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു. കുഞ്ഞിൻ്റെ സ്രവ സാമ്പിളുകൾ എടുത്ത് പരിശോധനാ ഫലം ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞ് നേരത്തെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ കുഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പോഴും റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ICMR പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും 2 കേസുകൾ അതും ഒരേ ആശുപത്രിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യം വന്ന കുഞ്ഞുള്ളപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. എന്തായാലും ഇവർക്ക് 2 പേർക്കും, ഈ ശിശുക്കൾക്ക് എവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവുമില്ല. കാരണം ഇവരാരും തന്നെ വിദേശയാത്രാ പശ്ചാത്തലമോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോകുകയോ ഒന്നും ചെയ്ത കുഞ്ഞുങ്ങളല്ല. കാരണം ചെറിയ കുട്ടികളാണ്, ശിശുക്കളാണ്, ജനിച്ച ഉടനെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെയും കൊണ്ടുള്ള ഒരു യാത്രയൊന്നും നടത്തിയതായി ഇവരുടെ രക്ഷിതാക്കൾ പറയുന്നുമില്ല. രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലോ കുടുംബാംഗങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലോ പോയതായതുള്ള വിവരവുമില്ല. ഇത് മാത്രമാണ് ഇപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്നത്. കാരണം രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സാധാരണയായി ഈ രോഗബാധ ഉണ്ടായിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങളിൽ പോയി വരുന്നവരെ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും തന്നെ രോഗബാധ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു റാൻഡം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ കുട്ടികളുടെ ശ്വാസകോശബാധ മാറാത്ത അവസ്ഥയുണ്ടായി. ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നു തന്നെയുള്ള ലാബിൽ നിന്നുള്ള ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഈ ഫലം കർണാടക സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് പൂനെയിലെ വൈറോളജി ലാബിലേക്കും അതുപോലെ തന്നെ ബംഗളൂരു മെഡിക്കൽ കോളേജിലുള്ള റിസർച്ച് സെന്ററിലേക്കും അയച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് സർക്കാർ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ആശങ്കയുണ്ട്. ഈ ഉറവിടം കണ്ടെത്താത്തതിന്റെ പശ്ചാത്തലത്തിൽ ശരിയാണ്. മാത്രമല്ല വിദേശയാത്രാ റെക്കോർഡുകൾ ഇല്ല എന്നുള്ളതും ഇപ്പോൾ വലയ്ക്കുന്നുണ്ടാവും.